സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 4. പിള്ളേരെണീറ്റോ ആവോ? രാത്രി എങ്ങാനും ഇനി കരയുവോ ചിറ്റേ? അത്താഴം ഇരുന്നപ്പോഴും മീരയുടെ ചിന്തകൾ മുഴുവനും ആ കുരുന്നുകളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. പാത്രത്തിലുള്ള കഞ്ഞിയിൽ വെറുതെ സ്പൂണിട്ടിളക്കിക്കൊണ്ട് അവളിരുന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ സാറ് വന്ന് വിളിക്കും. കുറച്ച് ഓമയ്ക്കാത്തോരൻ കൂടി അവളുടെ പാത്രത്തിൻ്റെ ഒരരികിലേക്ക് വിളമ്പിക്കൊടുത്തിട്ട് നാണി ആ മേശയുടെ എതിർവശത്തായി കിടന്ന കസേരയിലേക്ക് കഞ്ഞിപ്പാത്രവും എടുത്തുകൊണ്ടിരുന്നു. ചേച്ചിക്ക് ആ കുഞ്ഞുങ്ങളെ അത്രയ്ക്കിഷ്ടായെന്ന് തോന്നുന്നല്ലോ. അവൾക്കരികിലായിരുന്നു കഞ്ഞി കോരിക്കുടിച്ചുകൊണ്ടിരുന്ന രശ്മി മീരയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് രസാ ആ കുട്ടികളെ കാണാൻ. എടുത്ത താഴെ വയ്ക്കാൻ തോന്നിയില്ല. അവരോടൊപ്പം ഒരു പകൽ മുഴുവൻ ചിലവഴിച്ചതിൻ്റെ സന്തോഷത്തിൽ മീരയുടെ മുഖമൊന്നു വിടർന്നു. പാവം കുട്ടിയോൾ, എന്തൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ അവർക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. നാണിയുടെ സംസാരത്തിൽ സങ്കടം കലർന്നിരുന്നു. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ഒരു കല്യാണം കഴിക്കുവാൻ പറഞ്ഞാൽ പപ്പേട്ടൻ അമ്പിനും വില്ലിനും അടുക്കത്തില്ല. എല്ലാ പെണ്ണുങ്ങളും ആ ഡാഷ് നന്ദയുടെ സ്വഭാവം കാണിക്കുമെന്നുള്ള പേടിയാ പപ്പേട്ടന്. രശ്മി മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. അതാരാ നന്ദന? പൊടുന്നനെ മീര ചോദിച്ചു. ഓ, ആ മൂദേവിയുടെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. ഏട്ടൻ്റെ മുറപ്പെണ്ണ അവള്. മേടയിൽ വീട്ടിലെ ശ്രീകുമാറിൻ്റെ ഒരേയൊരു മകൾ. പപ്പേട്ടൻ്റെ മരിച്ചുപോയ അമ്മയുടെ അനിയനാ ഈ പറയുന്ന ശ്രീകുമാർ. പാത്രത്തിലുള്ള അവസാന വറ്റും കോരിക്കുടിച്ചതിന് ശേഷം രശ്മി തുടർന്നു. വർഷങ്ങളായി രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പല്ലവി ചേച്ചിയുടെ പ്രസവം കഴിയുമ്പോഴേക്കും ഇവരെ രണ്ടുപേരുടെയും കല്യാണം നടത്താനായിരുന്നു എല്ലാവരുടെയും തീരുമാനം. അപ്പോഴല്ലേ അപകടം നടന്നതും അവരിരുവരും മരിച്ചുപോയതും. അവളൊന്ന് സങ്കടത്തോടെ നെടുവീർപ്പിട്ടു. പല്ലവി ചേച്ചി മരിച്ച 6 മാസം കഴിയുന്നതിന് മുമ്പേ ആ ശ്രീകുമാരും ആൾക്കാരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. പപ്പേട്ടൻ്റെയും നന്ദനയുടെയും കല്യാണം ആലോചിക്കാൻ. ആ ദുഷ്ടൻ അന്ന് എന്താ പറഞ്ഞതെന്ന് ചേച്ചിക്ക് അറിയാവോ? രശ്മിയുടെ മുഖത്തെ ദേഷ്യം കണ്ടിട്ട് മീരയുടെ കണ്ണുകൾ കൂർത്തു. അമ്പോറ്റി പോലെയുള്ള 2 കുഞ്ഞുങ്ങളെ വല്ല അനാഥമന്ദിരത്തിലും വളർത്താൻ കൊടുക്കാൻ. കല്യാണം കഴിഞ്ഞാൽ അങ്ങേരുടെ മകള് വേണ്ടേ അതുങ്ങളെ നോക്കേണ്ടതെന്ന്. അന്ന് ഇവിടുന്ന് പപ്പേട്ടൻ അടിച്ചിറക്കി വിട്ടത് ആ വീട്ടുകാരെ. പിന്നീട് ഈ 2 വർഷങ്ങളായിട്ടും ഇരു കുടുംബക്കാരുടെയും ശത്രുത മാറിയിട്ടില്ല. പക്ഷെ ആ നന്ദന ഇടയ്ക്കിടയ്ക്ക് വരും. വന്നാൽ തന്നെ എന്തെങ്കിലും കൂശാക്കോളി ഒപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. രശ്മി പറഞ്ഞു നിർത്തിയതും മീര ഒട്ടൊരു സങ്കടത്തോടെ അവളുടെ തലയൊന്ന് കുടഞ്ഞു. ശേഷം പാത്രത്തിലുള്ളത് എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ആ പൊന്നുമോളുടെ മുഖത്ത് നോക്കി. എങ്ങനെ ആ മനുഷ്യന് അങ്ങനെ പറയാൻ തോന്നി? ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പപ്പേട്ടൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നില്ലേ? ആ കുരുന്നുകൾക്ക് വേണ്ടി ജീവിതം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായില്ലേ? സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും വില നന്നായിട്ടറിയാവുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഉറങ്ങുവാനായി കട്ടിലിൽ കിടന്നപ്പോഴും മീരയുടെ ആലോചനകൾ ദേവമംഗലത്തെയും അവിടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മനുഷ്യരെയും മാത്രമായിരുന്നു. അതേസമയം സ്വന്തം ജീവിതത്തിലുണ്ടായ വേദനയേറിയ സംഭവങ്ങൾ അവൾ മറന്നു തുടങ്ങുകയായിരുന്നു. ഒരു പുതിയ തുടക്കത്തിന് തറക്കല്ലിടുവാനായി. രാവിലെ നാണിയമ്മയെക്കാട്ടിലും നേരത്തെ തന്നെ മീര എഴുന്നേറ്റു. ഉള്ളിലുള്ള സങ്കടങ്ങളെ ഒരു പുഞ്ചിരിയുടെ ആവരണം ഇട്ട് ഒളിപ്പിച്ചു വെച്ച് പെണ്ണ്. കഴിഞ്ഞതെല്ലാം ഉള്ളം പൊള്ളിക്കുന്നതാണ്. മാറ്റം അനിവാര്യമാണ്. പക്ഷേ ഒരുപാട് സമയമെടുക്കും. തന്നെ വേണ്ടാതെ വലിച്ചെറിഞ്ഞു പോയ ഒരുവനു വേണ്ടി താൻ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? ഇല്ല, മീര ഇനി കരയില്ല. അവളൊന്ന് പ്രതിജ്ഞയെടുത്തു. എഴുന്നേറ്റ് അടുക്കള വാതിൽക്കൽ കൂടി പുറത്തേക്കിറങ്ങി. തലേ ദിവസത്തെ മഴയിൽ നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ ചെരുപ്പിടാതെ തന്നെ പാദങ്ങൾ പതിപ്പിച്ചു. മുറ്റത്തെ മണ്ണിൻ്റെ തണുപ്പ് പൊടുന്നനെ അവളിലേക്കും വ്യാപിച്ചു. ഒരിത്തിരി നേരം അവൾ അവിടെ തന്നെ കണ്ണും പൂട്ടി നിന്നു. ശേഷം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന പെട്ടിയിൽ നിന്നും ബ്രഷ് എടുത്ത് പതിയെ പല്ല് തേച്ച് മുഖം കഴുകി. അടുക്കളയിലേക്ക് കയറി ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് നെറുകയിലേക്ക് പൊത്തി. ഇട്ടു മാറുവാനുള്ള ചുരിദാറും എടുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് വീണ്ടും ഇറങ്ങി. പുറത്തെ കുളിമുറിയിൽ കയറി തല തണുക്കുവോളം പച്ചവെള്ളത്തിൽ കുളിയും കഴിച്ചതിന് ശേഷമാണ് അവൾ പിന്നീട് അടുക്കളയിലേക്ക് കയറിയത് തന്നെ. കാപ്പിക്കുള്ള വെള്ളം ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു.
തലേ ദിവസം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ നിന്നും പയറെടുത്ത് അരിയുവാനായി തുടങ്ങിയപ്പോഴാണ് നാണി അങ്ങോട്ടേക്ക് ഉറക്കം എഴുന്നേറ്റ് വന്നത്. അയ്യോ, മോളെന്താ നേരത്തെ എണീറ്റോ? കുറച്ചു നേരം കൂടെ കിടക്കാമായിരുന്നില്ലേ? കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറി പണി തുടങ്ങിയവളെ കണ്ട് അവർക്ക് വല്ലായ്മ തോന്നി. അവിടെ 4 മണിക്ക് എഴുന്നേറ്റ ചിറ്റ എനിക്ക് ശീലം. 7 മണിയാകുമ്പോഴേക്ക് എല്ലാം കാലാക്കണം. ഇവിടെ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉറക്കം വന്നില്ല, അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു. ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ അതിനകത്തേക്ക് ഇളക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. എൻ്റെ മോള് ഇനി അതൊന്നും ഓർക്കണ്ട, മറന്നേക്ക്. ഒരു ദുസ്വപ്നം കണ്ടതുപോലെ. നാണി അവളുടെ നെറുകയിലൊന്ന് തഴുകിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ചോറും കറിയും ഉണ്ടാക്കി രാവിലത്തെ പ്രാതലും കഴിച്ച് രശ്മിയെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നാണി ദേവമംഗലത്തേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി. ചിറ്റേ, ഞാനും കൂടി വന്നോട്ടെ? അത് ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് തെളിഞ്ഞ സന്തോഷം കണ്ടിട്ടാവണം നാണി അവൾക്ക് പുഞ്ചിരിയോടെ സമ്മതം നൽകിയത്. പതിവിലും വേഗത്തിൽ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുവാൻ വേണ്ടി പെണ്ണിൻ്റെ ഉള്ളം വെമ്പിയിരുന്നു. അകലെ നിന്നേ മീര കണ്ടു അടുക്കള മുറ്റത്ത് നിൽക്കുന്ന പപ്പൻ്റെ കയ്യിൽ ചിണുങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിമോനെ. അച്ചുവിനെ തേടി അവിടമാകെ അവളുടെ കണ്ണുകൾ തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം. പനി മാറിയിട്ടുണ്ടാവുമോ? രാത്രി കുഞ്ഞുങ്ങൾ കരഞ്ഞു കാണുമോ? രാത്രിയിൽ തങ്ങൾ വിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോഴും 2 ഉറക്കമായിരുന്നു. അത്താഴത്തിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് കഴിച്ചിട്ടുണ്ടാവുമോ 2ഉം? പപ്പൻ്റെ നേർക്ക് കാലുകൾ നീക്കുമ്പോൾ മീരയുടെ മനസ്സിൽ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആദിമോനെ. അരികിലേക്ക് ചെന്ന് നിന്ന് വിളിച്ചതും അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ചെക്കൻ മീരയുടെ കയ്യിലേക്ക് ചാടി വീണു. എന്താടാ, എന്താ മോനെ, വയ്യടാ എൻ്റെ പൊന്നിന്? ചോദ്യത്തോടൊപ്പം മീരയുടെ വലങ്കൈ കുരുന്നിൻ്റെ ശരീരത്തിൽ ആകമാനം തലോടിക്കൊണ്ടിരുന്നു. ഒപ്പം അവനെ മാറോട് ചേർക്കാനും മറന്നില്ല. കരയില്ലേടാ മുത്തേ, ഞാനിങ്ങി വന്നില്ലേ? അടിവയറ്റിൽ നിന്നും ഉയർന്നു വന്ന മാതൃത്വത്തെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ മീരയ്ക്കായില്ല എന്നതാണ് സത്യം. അവൾ അറിയാതെ തന്നെ ഒരമ്മയായി മാറുകയായിരുന്നു പെണ്ണ്. കുഞ്ഞിൻ്റെ നെറ്റിയും മുഖവും കണ്ണും മൂക്കുമൊക്കെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത പുതിയ വികാരങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു മീര. അമ്മ. പൊടുന്നനെ ആദിയുടെ നാവിൽ നിന്ന് ആ വാക്ക് അറിയാതെ തെറിച്ചു. എന്താ എന്താ മോനെ നീ ഇപ്പോൾ വിളിച്ചേ? കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അത്ഭുതത്തോടുകൂടി അവൾ കണ്ണുകൾ വിടർത്തി. ഉമ്മ. ആ കുഞ്ഞുവായ അത് വീണ്ടും മൊഴിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി അവൾ അതിനെ മാറോട് ചേർത്ത് പിടിച്ചു. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്ന പപ്പൻ്റെയും നാണിയമ്മയുടെയും മിഴികൾ അവളുടെ നൊമ്പരം കണ്ട് ചുവന്നിരുന്നു. ആദി, അച്ചു, അമ്മ ഉറക്കട്ടെ നിങ്ങളെ? ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവൾ അവരോട് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. മേ വേണ്ട. ആദിമോൻ മീരയെ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടതും അച്ചു അതുപോലെ തന്നെ അവളെ വിളിക്കുവാൻ തുടങ്ങി. പിന്നെന്താ എൻ്റെ മക്കൾക്ക് വേണ്ടേ? അവൾ തിരക്കി. കളിച്ചണം. അച്ചുമോൻ കുഞ്ഞിനെ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കളി എൻ്റെ മക്കൾക്ക് കളിക്കേണ്ടേ? അവൾ വീണ്ടും ചോദിച്ചു. അമ്മേ, ഒളിച്ചേ പാത്തേ. അച്ചുമോൻ്റെ വായിൽ നിന്നും ഉടനടി ഉത്തരം വീണു. അത് വേണം മോനെ. വേണം അമ്മേ, അവർ കട്ടായം പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ നിർബന്ധം വയ്യാതെ ആയാലും അവൾ എഴുന്നേറ്റു വീടിൻ്റെ മുറ്റത്തേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു. ആദിയും അച്ചുവും അവിടെയും ഇവിടെയും നിന്നു ഒളിച്ചേ കണ്ടേ എന്നൊക്കെ പറയും. പിന്നീട് സാറ്റേന്നും പറഞ്ഞ് ഭിത്തിയിൽ പോയി അടിക്കും. അതിനൊക്കെ കൂട്ടുനിന്നു. മീരയും അവരോടൊപ്പം ഓരോ നിമിഷവും ആസ്വദിച്ച് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും കുറുമ്പന്മാർക്ക് ഉറക്കം വന്നെന്ന് തോന്നിയതും അവർ 2 പേരും മീരയുടെ ചുരിദാർ തുമ്പിൽ പിടിച്ച് വലിക്കുവാനായി തുടങ്ങി. ഉറക്കം വരുന്നോ എൻ്റെ കുറുമ്പന്മാർക്ക്? എങ്കിൽ കൊണ്ടുപോയി കിടത്തട്ടെ? അവരുടെ പാതി അടഞ്ഞു തൂങ്ങുന്ന കണ്ണുകൾ കണ്ടതും അവൾ അവരെ കൊണ്ടുപോയി കട്ടിലിലേക്കായി കിടത്തി. അമ്മേ, പാട്ട് പാടോ? ആദിയുടെ ചോദ്യത്തിന് പറ്റില്ല എന്ന് പറയാൻ അവൾക്കായില്ല. ആ നിമിഷം തന്നെ ആദി അവൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി. അവളുടെ പാട്ട് പകുതിയായപ്പോഴേക്കും കുഞ്ഞുങ്ങൾ കണ്ണും പൂട്ടി ഉറങ്ങിയിരുന്നു. അവൾ അവരെ തഴുകി നെറുകയിൽ മുത്തി അവളുടെ കുഞ്ഞി കവളിൽ വെറുതെ തൊട്ടുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉറക്കം കണ്ണിമ ചിമ്മാതെ അവൾ നോക്കിയിരുന്നു. അവൾ അപ്പോൾ ഒരമ്മയായിരുന്നു.
ആ കുരുന്നുകളുടെ അമ്മ. വായിക്കുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് ഇടാൻ വേണ്ടി നോക്കണേ. അപ്പോൾ വായിച്ച എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ.